ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻ മൈ പാഷൻ. ഇൻ മൈ പാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ ഒരു 3-4 വർഷത്തിന് മേലെ പഴക്കമുള്ള പ്ലാന്റ്സാണ്. അപ്പം 200 രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് 200 രൂപയുടെ പ്ലാന്റാണ്. പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. പ്ലാന്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇത് നോക്കിയിട്ട് ഇതിൽ വിരിഞ്ഞിരിക്കുന്ന ഫ്ലവർ തന്നെയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത്. എക്സ്ട്രാ ഫ്ലവർ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്ലവറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്താൽ മതി. പ്ലാന്റിൻ്റെ പ്രൈസിന് പുറമെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് കേട്ടോ. ഇപ്പോൾ ഇത്രയൊക്കെ പ്ലാന്റ്സാണ് 200 രൂപയുടേതായിട്ട് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി 250, 300 ഇത്രയും പ്രൈസിൻ്റെ പ്ലാന്റ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിപ്പം 250 രൂപയുടെ പ്ലാന്റ്സാണ്. കുറച്ച് ബ്രാഞ്ചസ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല വലുപ്പമുള്ള കോഡക്സ് ആയിരിക്കും. 3 വർഷത്തിന് മേലെ ഏജുള്ള പ്ലാന്റ്സ് ആയിരിക്കും. അത് നമുക്ക് അറിയുന്നവർക്ക് അറിയാമല്ലോ അല്ലേ. പ്ലാന്റ്സ് കണ്ടു കഴിഞ്ഞാൽ, അതിൻ്റെ കോഡക്സ് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഏകദേശം ഏജൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ 1 വർഷം ആയിട്ടുള്ള പ്ലാന്റ്സൊക്കെയും ആണ് കൂടുതൽ ഈ റേറ്റിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് രണ്ടാമത്തെ പ്ലാന്റ്. പക്ഷേ ആ 1 വർഷമായിട്ടുള്ള പ്ലാന്റൊക്കെ അതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് നമ്മൾ ഫ്ലവറായി വരുമ്പോൾ അതിൻ്റെ കോഡക്സ് കണ്ടാലറിയാം, ഒരു കിളുന്ത് പോലെ ഫീൽ ചെയ്യും. അത്രയും മൂപ്പെത്താത്ത ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇത് പക്ഷേ നല്ല മൂത്ത പ്ലാന്റ്സ് തന്നെയാണ്. ഒരു ബ്രൗൺ കളറൊക്കെ ഉണ്ടാവും അതിൻ്റെ കോഡക്സിലൊക്കെ. അപ്പോൾ കിളുന്തൊന്നല്ല, നല്ല 3 വർഷത്തിന് മേലെ ഏജുള്ള പ്ലാന്റ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ്സ് ഫ്ലവർ സ്ക്രീൻഷോട്ട് എടുത്ത് ആ പ്ലാന്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കണ്ട് ഓക്കെ ആയതിനു ശേഷം മാത്രം ഓർഡർ തരേണ്ടതാണ്. ഓർഡർ നമുക്ക് പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്യണം, ഗൂഗിൾ പേ വഴി ചെയ്യണം. പ്ലാന്റിൻ്റെ പ്രൈസിന് പുറമെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ്. DTDC കൊറിയർ വഴിയാണ് നമ്മൾ പ്ലാന്റ്സ് എല്ലാം അയക്കണത്. ഈ പ്ലാന്റ്സിൽ ഇപ്പോൾ 2 ബ്രാഞ്ചസാണ്. ഇതിൽ 3 ബ്രാഞ്ചസ്. ഇത് ഫ്രഷ് ഫ്ലവർ അല്ല കേട്ടോ. ഇതൊരു 3-4 ദിവസമായി വിരിഞ്ഞിട്ട് ഒരു പിങ്കാണ്. അതിൻ്റെ ചുറ്റിലും ആ ബ്രൗൺ കളറൊന്നുമില്ല. അത് കൊഴിയാറായിട്ടുള്ള ഫ്ലവർ ആയതുകൊണ്ടാണ് അങ്ങനെ. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഒക്കെ തന്നെയാണ് എല്ലാം. ഇത് യെല്ലോ ആണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ വെൽക്കം ആ ടൈമിൽ കാണിച്ചിട്ടുള്ള ആ യെല്ലോ ആണ്. നല്ല ഡീപ്പ് യെല്ലോ ആണ്. നല്ല ഭംഗിയുള്ള നല്ല വലുപ്പമുള്ള ഫ്ലവറാണ്. നല്ല വലുപ്പമുള്ള കോഡക്സ് ആണ്. ഇത് 250 രൂപയുടെ പ്ലാന്റ്. ഇതിൽ തന്നെ 300 രൂപയുടെ പ്ലാന്റും ഉണ്ട് കേട്ടോ യെല്ലോയിൽ. ഇത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണ്. ഒരു പിങ്ക് കളറാണ് ഫ്ലവർ. നല്ല വലുപ്പമുള്ള ഫ്ലവറാണ്. കോഡക്സ് നല്ല വലുപ്പമുണ്ട്. സ്ട്രോങ് കോഡക്സ് ആണ്. 2-3 ബ്രാഞ്ച്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റാണ്. ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. പ്രൂൺ ചെയ്യാറായ പ്ലാന്റാണ്. ഈ പ്ലാന്റ് പ്രൂൺ ചെയ്യുന്നതിലൂടെ ആണ് കൂടുതൽ ബ്രാഞ്ചസും അതുപോലെ കോഡക്സിന് വലുപ്പവും എല്ലാം വരുന്നത് കേട്ടോ. ഇത് ഇനി കാണാൻ പോകുന്നത് 300 രൂപയുടെ പ്ലാന്റ്സ് ആണ്. അതായത് ഇത് കളർ ചേഞ്ചിങ് വെറൈറ്റിയാണ്. ഫസ്റ്റ് നല്ല വയലറ്റിൽ, ഒരു മെറൂണിഷ് വയലറ്റിൽ ചില്ലി റെഡ് സെൻട്രലായിട്ട് വരും. അതിനുശേഷം തൊട്ടടുത്തുള്ള ഫ്ലവറില്ലേ റെഡിലേക്ക് മാറിയിട്ടാണ് അത് കൊഴിഞ്ഞു വീഴുന്നത്. ഒരു 3-4 ദിവസം ബ്രൗണിഷ് ആ ഇതിൽ തന്നെയായിട്ട് നിൽക്കും. അതിനുശേഷം റെഡിലേക്ക് മാറും. അതിനുശേഷം കൊഴിഞ്ഞു വീഴും. ഇത് നല്ല വലിയ കോഡക്സ് 3-4 ബ്രാഞ്ചസ് ഉണ്ട്. ഇതിൽ തന്നെ ഒരു 4 പ്ലാന്റ് ഉണ്ട് കേട്ടോ. പ്ലാന്റ്സ് ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് നമ്പർ പറയാം. ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഫസ്റ്റ് പിക്കിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിൽ 1, 2, 3, 4 അങ്ങനെ പറയാം. ഇത് 4ാമത്തെ പ്ലാന്റ്. ഇതിൽ 3 ബ്രാഞ്ചസ് ഉണ്ട്. ഇതല്പം ചെറിയ പ്ലാന്റാണ്. അങ്ങനെ 4 പ്ലാന്റാണ് ഇതേ വെറൈറ്റിയിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്പർ പറഞ്ഞാൽ മതി.
ഇനി ഇതിൽ നിറയെ ഫ്ലവർ ഉണ്ടായ പ്ലാന്റാണ് കേട്ടോ. ഒരു പിങ്ക് കളറിൽ, അതായത് റോസും പിങ്കും ആയിട്ടുള്ള ആ കളറിൽ അതിൻ്റെ എൻഡിൽ വൈറ്റ് ഷെയ്ഡ് വന്നിട്ടുള്ള പ്ലാന്റ്. അതിൽ നിറയെ ഫ്ലവർ ഉണ്ടായതാണ്. വീഡിയോ എടുത്ത് ഇടാൻ പറ്റിയില്ല. നല്ല ഹെൽത്തി പ്ലാന്റാണ്. അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ ഉണ്ട് പ്ലാന്റിന്. ഇത് നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ് എന്ന് പറയില്ലേ, അതുപോലെയാണിത്. ഈ ഒരു പ്ലാന്റ് ഇതും വലിപ്പം കൂടിയ പ്ലാന്റാണ്. പ്രൂൺ ചെയ്യാറായിട്ടുള്ള പ്ലാന്റാണ്. വലിയ കോഡക്സ് ഉണ്ട്. ഈ പ്ലാന്റുകളെല്ലാം തന്നെ കൊണ്ടുവരുമ്പോൾ ഈ വലുപ്പത്തിലുള്ള ചട്ടിയിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ. ഒരു 6 ഇഞ്ച് വലുപ്പത്തിലുള്ള ചട്ടിയിൽ വെച്ചാൽ മതി. അടിയന്തരത്തിൻ്റെ ചട്ടി തിരഞ്ഞെടുക്കുമ്പോൾ മോൾ ഭാഗം വട്ടം കൂടിയതും അടിഭാഗം ഇത്തിരി കൂർത്തതായിട്ടുള്ള ചട്ടി വേണം തിരഞ്ഞെടുക്കാൻ. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ചട്ടി പോലത്തെ. ഇത് വെറൈറ്റി പ്ലാന്റാണ്. യെല്ലോയിലാണ് ഈ ഷെയ്ഡ് കാണിക്കുന്നത്. ഒരു പപ്പട കളർ യെല്ലോ അങ്ങനെയൊക്കെ പറയണത്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. അത്യാവശ്യം ബ്രാഞ്ചസ് ഉണ്ട്, കോഡക്സ് ഉണ്ട് അത്യാവശ്യം. ബ്രാഞ്ചസും ഉണ്ട്, പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് യെല്ലോ, ഇത് 300 രൂപയുടെ യെല്ലോ എന്ന് പറഞ്ഞത്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഈ പ്ലാന്റ് സെയിലിനായിട്ട് നമ്മൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ നിങ്ങൾക്ക് അയക്കുന്നതിന് മുൻപ് ഫംഗിസൈഡിൽ മുക്കിയിട്ടാണ് അയക്കുക. ഫംഗിസൈഡിൽ മുക്കി നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ടാണ് അയക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് പോട്ട് ചെയ്താൽ മാത്രം മതി. ഇത് വെറൈറ്റി പ്ലാന്റാണ്. അത്യാവശ്യം പ്രൂൺ ചെയ്യാറായിട്ടുള്ള പ്ലാന്റാണ്. നല്ല ഹെൽത്തി കോഡക്സ് ആണ്. നല്ല വലുപ്പമുള്ള കോഡക്സ് ആണ്. ഇതിൻ്റെ തന്നെ 300 രൂപയുടെ രണ്ടാമത്തെ പ്ലാന്റ്. നല്ല വലുപ്പമുള്ള കോഡക്സ് ആണ്. ഇത് പ്ലാന്റ് ഇപ്പോൾ കിട്ടുമ്പോൾ നിങ്ങളുടെ അവിടെ മഴയാണെന്നുണ്ടെങ്കിൽ അതവിടെ ഓപ്പണാക്കി വെച്ചാൽ മതി. മഴയത്ത് റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കണ്ട. മഴ മാറിയതിന് ശേഷം, വെയിൽ വന്നതിന് ശേഷം മാത്രം റിപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ.